നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ ഇവിടെ നടത്തിയത് മുഴുവൻ ഒരു വലിയ നാടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയും. എല്ലാവരെയും ഞാനത് അറിയിക്കും. അതിനു വേണ്ട എല്ലാ സാക്ഷികളും എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഭദ്രമാണ്. ഇത്രയും നാൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മ അമ്മ എന്ന് വിളിച്ച് പെറ്റമ്മയെ പോലെ സ്നേഹിച്ചതും വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഒക്കെ ഒരു കൊടും കുറ്റവാളിയായിരുന്നു എന്ന് വിശാൽ സാറിനെ ഞാൻ ബോധ്യപ്പെടുത്തും. അത് സാറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാ പിന്നെ കാണുന്നത് നിങ്ങളെ വിശാൽ സാറ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടുന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നൊരു രംഗമായിരിക്കും. അതിനുവേണ്ടി കഴുത്ത് നീട്ടി കാത്തിരുന്നോ നിങ്ങള്? പ്രഭാവതിയമ്മ, നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതോർത്തോ. ഇവൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തോ കാര്യമായ തെളിവ് അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെന്തായിരിക്കും? ഇവൾ സാക്ഷികളെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? എങ്ങനെ അതൊക്കെ കണ്ടുപിടിക്കും? എങ്ങനെയും കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ എന്റെ കാര്യം അപകടത്തിലാവും. ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇവൾ അറിയാതെ ഇവളുടെ ഫോൺ ഒന്ന് പരിശോധിക്കാം. ചിലപ്പോ അതിലെന്തെങ്കിലും ലീഡ് ഉണ്ടായിരിക്കും. വിപിൻ, എന്താ ഇത്ര വലിയ ആലോചന? എന്താ പ്രശ്നം? പല്ലവി, അവള് തന്നെ പ്രശ്നം. അവളെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ഇന്നലെ രാത്രിയിലും ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി. രാത്രി മുഴുവൻ വഴക്കായിരുന്നു. പാർവതി പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവളോട് സ്നേഹം നടിച്ച് പെരുമാറുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാ വിപിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സ്നേഹത്തിലൂടെ മാത്രമേ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കൂ. പല്ലവിയുടെ നന്മ ആഗ്രഹിച്ചിട്ടാ, ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാ പാർവതി ഇതൊക്കെ പറയുന്നത്. അതിനുവേണ്ടിയാണ് പാർവതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും പല്ലവി മനസ്സിലാക്കുന്നില്ല. പാർവതി എന്ത് ചിന്തിക്കുന്നുവോ അതിന്റെ നേരെ വിപരീതമായിട്ടാ അവള് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. പാർവതിയുടെ സ്നേഹവും കരുതലും ഒന്നും അവളുടെ കണ്ണിൽ പെടുന്നതേയില്ല. അതുപോലെ തന്നെയാ എന്റെ കൺസിഡറേഷനും അവൾ ഗവനിക്കുന്നില്ല. നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും അതിന്റെ നേരെ വിപരീതമായിട്ടാ അവൾ ചിന്തിക്കുന്ന. സമാധാനിക്ക് വിപിൻ. അവൾക്കിപ്പോഴും പ്രായത്തിൻ്റെതായ ഒരു പക്വത വന്നിട്ടില്ല. അതിന്റെ കുഴപ്പങ്ങൾ ഏതൊക്കെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായല്ലോ? നീ ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ച അവള് നിന്റെ പാട്ടിലായിക്കോളും.
ചേട്ടാ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ. തണുത്തതോ തണുക്കാത്തതോ മാഡം? തണുത്തത് മതി. ശരി മാഡം. ഇതാ മാഡം വെള്ളം. ആ ഇതാ. മാഡം 20 രൂപ ചേഞ്ച് ഉണ്ടാവും. ഈ 500 ചേഞ്ച് ഇല്ല. ആ ചേഞ്ച് ഇല്ലെങ്കിൽ തനത് വെച്ചോ. നല്ല പെണ്ണും പിള്ള. പണത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ പോലും മാറ്റിവെക്കുന്ന പെണ്ണുങ്ങളുള്ള ഈ നാട്ടില് 20 രൂപയ്ക്ക് പകരം 500 നോട്ട് നൽകുന്ന പുണ്യം ചെയ്ത പെണ്ണുങ്ങളും ഉണ്ടല്ലോ. ഈ മഹതി ഇനിയും എന്റെ കടയിൽ വന്ന് 500 1000 ഒക്കെ തന്ന് എന്നെ സഹായിക്കണേ ഭഗവാനെ. വിശാൽ സാർ, സാറ് എന്റെ ഫോൺ കണ്ടോ? ഞാനത് എവിടെയോ വെച്ച് മറന്നുപോയി. ഇവിടെ ഒന്ന് നോക്കിയിട്ട് കാണുന്നുമില്ല. ഈ ഫോൺ അന്ന് ഞാൻ വാങ്ങി തന്നപ്പോഴേ തനിക്കിത് വേണ്ടായിരുന്നല്ലോ. ഇത് ഉപയോഗിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് താനിത് മാറ്റിവെച്ചല്ലേ. ഇപ്പൊ എന്തു പറ്റി? ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് സാർ, ഞാൻ ഇനിയിപ്പൊ ചമ്മു ഒന്നും വേണ്ട. അല്ല, ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്നേ? പ്രഭാവതി അമ്മയാ ഇതെന്റെ കൊണ്ട് തന്നത്. നീ ഇത് കിച്ചണിൽ വെച്ച് മറന്നല്ലേ? അവിടെ നിന്ന് അമ്മയ്ക്കിത് കിട്ടിയത്. ഇനിയെങ്കിലും ഇത് എവിടെയും കൊണ്ട് കളയാതെ സൂക്ഷിച്ചു വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.